നമസ്കാരം. എ ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്ക് വേണ്ടി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കേന്ദ്രം 1500 കോടി രൂപ അനുവദിച്ചു. സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു. 2 മാസത്തെ പെൻഷൻ സർക്കാർ 3000 കോടി രൂപ സഹകരണ ബാങ്കുകളിൽ നിന്ന് കടമെടുക്കും. പുറമെ 1500 കോടി രൂപ സർക്കാർ കടമെടുത്തു. 4 മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയുള്ളത്. 6400 രൂപ വീതം ഓരോ ഗുണഭോക്താവിനും ലഭിക്കാനുണ്ട്. ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി മദ്യം, പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ചെസ് ഏർപ്പെടുത്തിയ 1721 കോടി രൂപയാണ് 2024 ഒക്ടോബർ 8 വരെ കണക്കനുസരിച്ച് ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഫണ്ട് ബാലഗോപാലൻ 2023-24 ബജറ്റിൽ പ്രഖ്യാപിച്ചു. എന്നിട്ടും ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടായ വിരോധനമാണ് ഉണ്ടായിട്ടുള്ളത്. പെൻഷൻ ലഭിക്കുന്ന ആൾ മരണപ്പെട്ട കുടിശ്ശിക അവകാശികൾക്ക് ലഭിക്കില്ല. ആനുകൂല്യമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന എന്ന് സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കാൻ വിവിധ വകുപ്പുകളാണ് ഈ ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാഹനം, വലിയ വീട്, AC കണക്ഷൻ എന്നിവയുള്ളവർക്ക് ഇനി പെൻഷൻ ലഭിക്കുകയില്ല. അല്ലാത്തവർക്ക് 3200 രൂപ